ഹലോ, ഇന്നൊരു ഔട്ടിംഗ് വ്ളോഗാണ്. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു. അധികം ദിവസമായി ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്തത്. അനുവേട്ടൻ നാട്ടിൽ വരുന്നതിന് മുൻപേ ഞങ്ങൾ പ്ലാൻ ചെയ്തതായിരുന്നു മഞ്ഞുമൽ ബോയ്സ് സിനിമ കാണാൻ പോകണമെന്നൊക്കെ. പക്ഷേ നാട്ടിൽ വന്നിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് നടന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ പോയി. പക്ഷേ അന്ന് ഞങ്ങൾക്ക് 11:30 ഷോന് എത്താൻ പറ്റിയില്ല. 11:30 കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 1:30 ഷോ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് കുറച്ച് സമയം അവിടെ എൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പാർക്കിലേക്ക് പോയി. അപ്പോൾ അത്രയും സമയം അവിടെ നിൽക്കാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ പാർക്കിലേക്ക് പോയി. മോനെയും കൊണ്ട് അത്രയും സമയം ടാക്കീസിൻ്റെ മുന്നിൽ ഇരിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പാർക്കിലേക്ക് വന്നത്. അവിടെ ആകുമ്പോൾ കുറേ സമയം അങ്ങ് എൻഗേജ്ഡ് ആയിക്കോളും. ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് അതിന് വേണ്ടിയിട്ടാണ് പാർക്കിലേക്ക് വന്നത്. അവിടെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് പാർക്കിലേക്ക് വന്നു. ഞങ്ങൾ മുൻപ് ഈ ഒരു പാർക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയായിരുന്നു വന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ അനുവറിൻ്റെ കൂടെയാണ് വന്നത്. അപ്പോൾ ഓനെ ആനേനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആനേൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അവിടെ സ്റ്റാച്യു. അപ്പോൾ അതിൻ്റെ അടുത്ത് ഓന് ഫസ്റ്റ് പേടിയുണ്ടായിരുന്നു. അത് ആന റെഡിയുള്ള ആനയാണെന്ന് വിചാരിച്ചിട്ട് ആദ്യമൊക്കെ പേടിയായിരുന്നു. പിന്നെ ഒരു മനസ്സിലായി അത് സ്റ്റാച്യു ആണ്, അനുകൂല എന്നൊക്കെ ഇതായപ്പോൾ ഓനെ അതിൻ്റെ കുറച്ച് സമയം അതിൻ്റെ അടുത്ത് നിന്ന് കളിക്കുകയൊക്കെ ചെയ്തു. മോനെ എൻജോയ് ചെയ്യുന്നതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ വിഗ്രഹങ്ങളാണ്. അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓനെ കുറച്ച് അങ്ങോട്ടൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി. ഓന് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ. അപ്പോൾ അങ്ങോട്ടൊക്കെ കൊണ്ടുപോയി. അവിടെ ചെറിയ സ്വിമ്മിംഗ് പൂൾ പോലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ബോട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഞങ്ങൾ പോയ ടൈമിൽ വെള്ളമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ ഒരു ഇതിൽ ഇരിപ്പിച്ചു അപ്പോൾ ഓന് ആദ്യം പേടിയുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ റെഡിയായി. ഫസ്റ്റ് ഓന് ഇരിക്കുന്ന ടൈമിൽ ചെറിയ പേടിയുണ്ടായിരുന്നു. പിന്നെ അധികം കുട്ടികളൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് വലിയൊരു ഇതില്ല മൂപ്പർക്ക്. ഒന്നാമത് അതവൻ്റെ ഉറക്കിൻ്റെ ടൈമാണ്. ഓൻ ഉറങ്ങുന്നൊരു ടൈമാണ്. 11:30 12 മണി എന്നൊക്കെ പറയുന്ന ഓനൊരു ഉറക്കിൻ്റെ ടൈമാണ്. അപ്പോൾ ഓൻ ആ ഒരു ടൈമിൽ ഉറക്കിയാൽ മൂവി തുടങ്ങുന്ന ടൈമിൽ ഓൻ എണീക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ പേടിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു ടൈമിൽ ഉറക്കാണ്ട് വെച്ചത്. അതിൻ്റെ ഉഷാർ കുറവ് ഓൻ്റെ മുഖത്ത് നല്ലോണം ഉണ്ട്. ആദ്യം ഇതിലിരിപ്പിച്ചപ്പം ഇതിലിരിക്കാൻ വലിയൊരു ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അങ്ങിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ അവനെ എടുത്തു വന്നിട്ട് ഈ ഒരു ഊഞ്ഞാലിൽ കൊണ്ടിരുത്തു. അതിൽ ഓന് കുറച്ചുകൂടെ പേടിയൊക്കെ കുറവുണ്ടായിരുന്നു. മറ്റേതിൽ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഇതിൽ ഓൻ അങ്ങനെ ഇരുന്നിട്ട് കുറച്ച് സമയം അങ്ങനെ ആടുന്നുണ്ടായിരുന്നു. ഇത് ഓന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഭയങ്കര ഒരു ഇഷ്ടമൊന്നുമില്ലെങ്കിലും ഓന് അങ്ങനെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ കുറച്ച് സമയം ഞാനും കയറിയിരുന്ന് ആടി. നല്ല രസമുണ്ടായിരുന്നു ആടാൻ. ഓന് എൻ്റെ അടുത്ത് ഇരിക്കുന്ന ടൈമിൽ പോലും ഓന് നല്ല പേടിയുണ്ടായിരുന്നു. ആ ഒരു ഊഞ്ഞാലിരിക്കുമ്പോഴൊക്കെ ഓൻ്റെ മുഖത്ത് ഫേസിൽ നല്ല പേടിയുണ്ടായിരുന്നു. അവനിങ്ങനെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടെ പോയാലും ഓൻ്റെ ഒരിതങ്ങനെയാണ്. കുറേ പെട്ടെന്നൊന്നും അത്ര ഒരിതാവില്ല. പിന്നെ കുറച്ച് സമയം അവിടെ നിന്നാലാണൊന്നും മെരുങ്ങുക. അതേത് സ്ഥലത്ത് പോയാലും പുതിയ ആളെ കണ്ടാലൊക്കെ അങ്ങനെയാണ്. കുറച്ച് സമയം ഒന്ന് മെരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവനെ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ കുറച്ച് സമയം അതിലൊക്കെ ഇരുന്നതിന് ശേഷം ഓനൊന്ന് മെരുങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു ഇതിലിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഓൻ തന്നെ കൊണ്ടുപോയി അതിലിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു ഊഞ്ഞാലിലാടി. ഇതിലാടുമ്പോൾ ഓനൊരു പേടിയുണ്ടായിരുന്നില്ല. എനിക്കൊന്ന് മറ്റേനേക്കാട്ടും സേഫ്റ്റി കുറവ് ഇതിനാണെന്ന് തോന്നുന്നു. പക്ഷേ എന്നാലും ഇതിലിരിക്കാനായിരുന്നു മോനിഷ്ടം. അപ്പം ഞാനും ഇങ്ങനെ ആട്ടിക്കൊടുത്തു. കുറേ സമയം ഞാനും ആട്ടിക്കൊടുത്തു. ഞാനും ഇരുന്ന് ആടിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ആടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മറ്റേനേക്കാളും മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. അപ്പോൾ ഓൻ എന്നോട് പിടിവിടാമേ പിടിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. മറ്റേതാകുന്ന ടൈമിൽ ഒരു വീതിയൊക്കെ ഉള്ളതുകൊണ്ട് വീഴുകയൊന്നുമില്ലല്ലോ എന്നുള്ള ഇതുണ്ടായിരുന്നു. പക്ഷേ ഇത് എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ ഓനൊരു പേടിയുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും അങ്ങനെ കുറച്ച് സമയം ഇരുന്നിട്ട് ആടുകയൊക്കെ ചെയ്തു. പിന്നെ അവിടെ ബോട്ട് ഉണ്ടായിരുന്നു. ഞാൻ മുൻപ് വന്ന ടൈമിലൊക്കെ ഈ ഒരു ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. അവർ ചെറിയ കുട്ടികളൊക്കെ അതിലിരുത്തിയിട്ട് ഈ ഒരു പൂളിൽ വെള്ളം നിറച്ചിട്ട് അതിങ്ങനെ ഒരു മോട്ടോറിനാണെന്ന് തോന്നുന്നു പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് കണ്ടില്ല. അതിൽ കുട്ടികളെ ഇരുത്താനൊക്കെ നമുക്ക് നല്ല സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അത്ര പേടിക്കൊന്നും വേണ്ട. ഓനെക്കാട്ട് ചെറിയ കുട്ടികളൊക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ കണ്ടില്ലെങ്കിലും ജസ്റ്റ് കയറ്റിയില്ലെങ്കിലും ഒന്ന് അവന് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ അന്ന് അതില്ലായിരുന്നു. ആ ഒരു സർവീസ് അവർ നിർത്തി വെച്ചെന്ന് തോന്നുന്നു. അതൊന്നും ഇല്ലായിരുന്നു. പിന്നെ അടുക്ക് വെള്ളത്തിൻ്റെ ഒക്കെ കുറവ് വന്നുകൊണ്ടായിരിക്കും. ഇപ്പം വേനൽക്കാലം ആയല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കും അതില്ലാത്തത്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഓൻ പറഞ്ഞിട്ട് ആ ആനേൻ്റെ അടുത്തൊക്കെ പോയി. ഓന് ആകെ അവിടെ ഇഷ്ടപ്പെട്ടത് ആ ഒരു ആനേനെ മാത്രമാണ് കൂടുതലായിട്ട്. അപ്പോൾ കുറേ സമയം അതിൻ്റെ അടുത്ത് നിന്ന് കളിച്ചു. വീണ്ടും ആനേൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് ആനേൻ്റെ അടുത്തൊക്കെ പോയി. ആ ഒരു ആനേനെ കണ്ട ചെറിയ പേടി ഇപ്പോഴുണ്ട്. സ്റ്റാച്ചു ആണെന്ന് ഓനറിയാം, എന്നാലും ഒരു പേടി. അപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ നടന്നു വരുന്നുണ്ട്.
പിന്നെ അവിടെ ഒരു പൂളിൽ അവർ മീനിനെ വളർത്തുന്നുണ്ടായിരുന്നു. അവർ അത്യാവശ്യം വലിപ്പമുള്ള മീനായിരുന്നു. അപ്പം ഞങ്ങൾ അതിനെയൊക്കെ നോക്കി. ഇപ്പം ഓനോടൊന്ന് ചിരിക്കാൻ പറഞ്ഞതായിരുന്നു. അവൻ്റെ ചിരി ഭയങ്കര ആർട്ടിഫിഷ്യലായിപ്പോയി. അപ്പോൾ ഈ ഒരു പൂളിൽ ഇത്രയും വലിപ്പമുള്ള മീനാണ്. ഈ ഒരു മീനിനെ കുറേ സമയം നോക്കി നിന്നു. അപ്പം ഈ മീനും അതൊക്കെയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കളിക്കുന്ന സാധനങ്ങളൊന്നും ആ ഒരു പാർക്ക് ഏരിയ ഒന്നും മുൻപ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു മീനിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് നല്ല ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുത്തു. അത് കാണാൻ വേണ്ടിയിട്ട് പിന്നെയും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങൾ പോവാൻ നേരത്തായിരുന്നു ഈ ഒരു വണ്ടി. അപ്പോൾ ഇത് തുടങ്ങിയിട്ടില്ല. ഒരു വൈകുന്നേര സമയത്താണ് അത് തുടങ്ങുക. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ഒരു ഉച്ച സമയമായതുകൊണ്ട് തന്നെ വെയിലായതുകൊണ്ട് തന്നെ അത് സർവീസ് ഉണ്ടായിരുന്നില്ല. അത് അവർ വൈകുന്നേരത്തേക്ക് മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ ആ ഒരു വണ്ടി അവർ ചാർജ് ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇരുത്തിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചു. അവർ ഒന്നും പറഞ്ഞില്ല, ഇരുത്തിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അവന് കുറച്ച് സമയം അതിലൊന്ന് ഇരുത്തി കൊടുത്തു. വണ്ടിയൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ ഓടിക്കുന്ന വണ്ടി അവൻ്റെ അടുത്ത് എന്തെങ്കിലും പുറത്ത് പോയാൽ കണ്ടാൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൽ കുറച്ച് സമയം ഇരുത്തി കൊടുത്തു. ഞങ്ങൾ പോകാൻ ഇറങ്ങിയ ടൈമിലായിരുന്നു. അപ്പോഴേക്ക് അനുവേട്ടൻ വണ്ടിയൊക്കെ എടുത്ത് വന്നു. ഞങ്ങൾ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഇവിടെ പാർക്കിംഗ് സർവീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിയേറ്ററിലേക്ക് പോയി. മൂവി തുടങ്ങാൻ ഏതാണ്ട് ടൈമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി പെട്ടെന്ന് ടിക്കറ്റൊക്കെ എടുത്ത് റെഡിയായി നിന്നു. പിന്നെ മോനെയും കൊണ്ട് എന്താവുമെന്നുള്ള അവസ്ഥയൊക്കെ ഞങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റുമെന്നുണ്ടായിരുന്നില്ല. എന്താവുമെന്നൊന്നും ഞങ്ങൾക്ക് വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആദ്യം ഒരു തവണ പോയിരുന്നു. അപ്പോൾ ഇത് അവിടെയുള്ള അടുത്ത് ഇനി വരാൻ പോകുന്ന സിനിമേൻ്റെ പോസ്റ്ററാണെന്ന് തോന്നുന്നു, നടന്ന സംഭവം. അപ്പോൾ മോനെയും കൊണ്ട് മുൻപ് ഞങ്ങൾ ഒരു ഷോന് പോയിരുന്നു. ആ ഒരു ടൈമിൽ ഓന് പേടി കൊണ്ട് ഉറങ്ങിപ്പോയി. തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറിയ ടൈമിൽ അവന് ഭയങ്കര പേടിയാണ് ആ ഒരു സൗണ്ട്. പിന്നെ ഇരുട്ടൊക്കെ ചെറിയൊരു പേടിയാണ്. അപ്പോൾ ആ ഒരു പേടിയിൽ ഓൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഇൻ്റർവെല്ലിനാണ് അന്ന് പിന്നെ എണീറ്റത്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ ഇൻ്റർവെല്ലിനൊന്നും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഓൻ എണീക്കുള്ളൂ എന്ന് പേടിച്ചിട്ട്. അപ്പോൾ ഇതാ മൂപ്പർ അച്ഛൻ്റെ വണ്ടിയിൽ ഇങ്ങനെ ഇതുപോലെ ചാരി അവിടെ കിടന്നു. അപ്പോൾ ഒന്ന് ചെറിയൊരു ഇതുണ്ട്, സൗണ്ടൊക്കെ കേട്ടിട്ട് ചെറിയൊരു ഇതുപോലെ ഉണ്ടായിരുന്നു, പേടി പോലെ ഉണ്ടായിരുന്നു. ഓൻ അങ്ങനെ കിടന്നിട്ട് ഉറങ്ങിപ്പോയി. പിന്നെ ഓൻ എണീറ്റത് മൂവി തീർന്ന ടൈമിലാണ്. മൂവി അടിപൊളി മൂവിയായിരുന്നു, സൂപ്പർ സിനിമയായിരുന്നു. അപ്പോൾ 2018 ഞാൻ ലാസ്റ്റ് തിയേറ്ററിൽ പോയിട്ട് കണ്ട മൂവി. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ആണ് പോയത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവൻ ഉറങ്ങിയതുകൊണ്ട് അങ്ങനെ ഡിസ്റ്റർബൻസ് ഒന്നും ആയില്ല. കൃത്യം മൂവി കഴിഞ്ഞപ്പോഴാണ് ഓൻ എണീറ്റത്. ആ ഒരു വെളിച്ചൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിളിക്കേണ്ടതൊന്നും വന്നില്ല. പക്ഷേ കൃത്യം ആ ഒരു ടൈമിൽ തന്നെ ഓൻ എണീറ്റു. അപ്പോൾ മൂപ്പർക്ക് അങ്ങനെ പേടിയുണ്ടായിരുന്നു. പക്ഷെ ഓൻ ഉറങ്ങിപ്പോയി. അപ്പോൾ കരയൊക്കെ ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുക്കിയിടുകയോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പെട്ടുപോയേനെ. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ചിക്കൻ കറിയും നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു ഞങ്ങളിന്ന് കഴിച്ചത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഫുഡ് കഴിക്കുന്നതൊന്നും അങ്ങനെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അമീർ നല്ല അലമ്പായിരുന്നു, അത്യാവശ്യം നല്ല വാശിയുണ്ടായിരുന്നു ഓന്. അപ്പോൾ തിയേറ്ററിൽ കയറുന്ന മുൻപേ ഓന് ഫുഡൊക്കെ ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചെങ്കിലും ഓന് വിശപ്പ് ഉണ്ടാവുമായിരുന്നു ഉറങ്ങിണീറ്റതുകൊണ്ട്. അതുകൊണ്ട് ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ടാറ്റ, ബൈ ബൈ, സീ യു.